ഓക്കെ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഓൺലൈൻ സ്കാം അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതായത് ബിസിനസ് ഓട്ടോമേഷൻ. സത്യത്തിൽ എന്താ ബിസിനസ് ഓട്ടോമേഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജോലി വേറെ യന്ത്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതിനെ മെച്ചപ്പെടുത്തുക എന്നാണ് ശരിക്കും ഓട്ടോമേഷനോട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഓട്ടോമേഷൻ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അടുക്കളകളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ മിക്സി, ഗ്രൈൻഡർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലികൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം മനുഷ്യന്മാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ഓഫീസിലത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും ഓട്ടോമേഷൻ ചെയ്യാൻ തയ്യാറല്ല. എനിക്ക് തോന്നുന്നത് അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പുസ്തക ഹോട്ടലിൽ കണ്ടത് ആ സംഭവമാണ് തോന്നുന്നു. കരീം ഖാനോട് മറ്റേ ദുൽഖർ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടെന്ന് പറയുന്നത്. അപ്പൊ മുപ്പര് പെട്ടെന്ന് മാമുക്കോനെ വിളിച്ചിട്ട് മാമുക്കോയെ വന്നിട്ട് 40 ചായ, 30 സുലൈമാനി, ഇത്ര പൊറാട്ട, നിങ്ങളിങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് ഇവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവും. അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ശീലിച്ച ഒരു പഴഞ്ചൻ രീതി തന്നെ ആയിക്കാരം അവർ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അത് അവർ ഇഷ്ടപ്പെടുന്നതുണ്ടാവും. പക്ഷേ ബിസിനസ് വളരണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇതിലേക്ക് മാറാത്ത ഒരുപാട് പേരുണ്ടെന്നാണ് പറഞ്ഞത്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞതിന്റെ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ആവണോ ഇപ്പൊ സാധാരണ നമ്മളെ നാട്ടിലെ ബിസിനസ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഷോപ്പ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ സോഫ്റ്റ്വെയർ എടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കമ്പനിക്കാരന്റെ പരിപാടിയാണ്, അത് നമ്മളെ പരിപാടിയല്ല. അതിന് എന്തോ വലിയൊരു സംഭവമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ശരിക്കും നമ്മളിപ്പോ മിക്സിയുടെ ഉപയോഗം നീ പറഞ്ഞല്ലേ, അതേപോലെയാണ്. അതായത് ഇപ്പോൾ അമ്മിക്കല്ലിൽ ഇറക്കുന്നതിന് പകരം നമുക്ക് സ്വിച്ച് ഇട്ട പരിപാടി നടക്കുന്നുണ്ട് മിക്സി വന്നതിന് ശേഷം. അതേപോലെ നമ്മുടെ ഷോപ്പിൽ പണിയെടുക്കുന്ന ഒരാൾക്ക് എന്തുണ്ട്, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെ ഒരു സ്വിച്ച് ഇട്ട് മാറ്റുന്ന രീതിയിലോട്ട് മാറ്റാൻ പറ്റും. ഇതുപോലത്തെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ഇവര് ഒന്നാമത് ശീലിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഓട്ടോമേഷൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ കച്ചവടക്കാരൊക്കെ എന്ന് പറയുന്നത് അവരുടെ ബില്ലിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡെലിവറി സിസ്റ്റം ഒന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അവർ ഓൺലൈൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നതിൻ്റെ കോസ്റ്റ് ചിന്തിച്ചിട്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിലവിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, അവർ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് സിസ്റ്റം വരുമ്പോൾ അതോട് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയായിരിക്കാം. അത് ഇപ്പോഴും എല്ലാവരും പറയാറുണ്ട്. ഒരു സോഫ്റ്റ്വെയർ കമ്പനി കൊണ്ടുവരിക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാഫ് തന്നെ എന്ത് ചെയ്യും, അതിപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പം എന്തിനാപ്പോൾ അങ്ങനെ ഒരു സംഭവം, നമ്മളിപ്പോൾ അടിപൊളിയായിട്ട് തന്നെയല്ലേ പോകുന്നത്. അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് സ്റ്റാഫിന് പലതരത്തിലുള്ള പേടികൾ വന്നിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഇങ്ങനൊരു സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ അവരുടെ പണി പോവോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ അക്കൗണ്ട് മറ്റേ സ്കെയിൽ കൊണ്ടൊക്കെ വരച്ചെഴുതുന്ന നന്നായി വൃത്തിക്ക് എഴുതുന്ന ഒരാളാണ്, ഒരു സോഫ്റ്റ്വെയർ, ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി കൊണ്ട് പോവോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി നിർത്തേണ്ടി വരുമോ, അല്ലെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് സോൺ നഷ്ടപ്പെടുമോ എന്നൊക്കെ എന്ത് ചെയ്യണ്ടാവും, പേടിയുണ്ടാവും. അതേപോലെ തന്നെ അവർ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ഇപ്പം ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെഷീനറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങൂലേ. അപ്പൊ ട്രാക്ക് ചെയ്യാന്നുള്ള പരിപാടി നല്ലതാണ്. അത് ഇവർ മനസ്സിലാക്കുന്നുള്ളതാണ്, സ്റ്റാഫ് അത് മനസ്സിലാക്കുന്നില്ല. അതായത് ഇവൻ ചെയ്യുന്ന വർക്കുകളൊക്കെ ട്രാക്കാണ്. അപ്പൊ ഇവൻ ട്രാക്ക് ചെയ്ത് എനിക്ക് പറയാൻ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഞാൻ നടത്തിയ സെയിൽ എന്നൊക്കെ ഉള്ളത് പറയാൻ കഴിയും. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. അവരിപ്പോ വലിയ കാര്യത്തിൽ പറയുന്നത് ഞാനിപ്പോ ഈ സാധനം 10 ദിവസം കൊണ്ട് ഞാൻ ഈ സംഭവം ചെയ്തു എന്നുള്ളതൊക്കെ കാര്യം പറയുന്നുണ്ടാകാം. ഈ കുട്ടി, ഈ ആൾക്കൊന്നും മനസ്സിലാക്കുന്നില്ല ഇതൊരു 2 ദിവസത്തെ പരിപാടി, നമ്മളൊരു ഇത് വരുന്നതോടുകൂടി അത്രയും ടൈം കുറച്ചത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് കമ്പനി, ആ മാനുഫാക്ചറിങ് കമ്പനി എന്ത് ചെയ്തു, അവരുടെ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മെഷീനറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ സ്ഥിരമായിട്ട് ഈ ടൂൾസ് ഒന്നും ഇല്ലാതെ തന്നെ ആ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫ് എന്ത് ചെയ്തു, ഏകദേശം ഒരു കുറേ ദിവസത്തോളം എന്ത് ചെയ്തു, സ്ട്രൈക്കിന് ഇറങ്ങി. കമ്പനിയുടെ മുന്നിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിലെ മെയിൻ പരിപാടീസ് ആണ്, നല്ലതാണ്. പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നപ്പോൾ കമ്പനി ആലോചിച്ചു ഇതിപ്പോൾ എന്താ നമ്മൾ ചെയ്യാം, സ്റ്റാഫ് ഇവരാണ്, ഇവരെ വെച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം. അപ്പോൾ കമ്പനി തന്നെ ഒരു ഐഡിയ എടുത്തു, ഇവരെല്ലാവരെയും കണ്ട് അപ്സ്കില്ല് ചെയ്യുക. അപ്സ്കില്ല് ചെയ്യുക പറഞ്ഞാൽ ഇത് എന്തിനാ ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ഇവരെ പഠിപ്പിക്കുക. അങ്ങനെ കമ്പനി എന്ത് ചെയ്തു, ഇവരുടെ ഒരു അപ്സ്കില്ലിംഗ് കോഴ്സിൽ കൊണ്ടുപോയി ചേർത്തി എല്ലാവരും പഠിപ്പിച്ചു. പണ്ട് മറ്റേ വടി കൊണ്ട് അടിച്ച് പണിയെടുത്തവർ എന്ത് ചെയ്തു, എല്ലാവരും മെഷീനറി ഓപ്പറേറ്റേഴ്സ് ആയിട്ട് മാറി. അവരുടെ ജോബിന്റെ ഇതൊക്കെ മാറി. പ്രൊട്ടസ്റ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളെ ഇന്ത്യയില് എന്ത് സാധനം വന്നു കഴിഞ്ഞാലും അതിനെ എതിർക്കുന്ന ഒരു ആളുകൾ തന്നെയാണ്. പണ്ട് ട്രാക്ടർ, കമ്പ്യൂട്ടറൊക്കെ എതിർത്ത ആളുകളാണ്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ ടെക്നോളജി എത്ര വന്നാലും ഞാനതിൽ പോകൂല, ഞാൻ ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ഔട്ട്ഡേറ്റ് ആയി പോകുന്നുള്ള ഉണ്ടാവുള്ളൂ.
അതുപോലെ ഇപ്പൊ നമ്മൾ ഈ സ്റ്റാഫിന്റെ കേസ് പറഞ്ഞ പോലെ ആണെങ്കിലും പ്രൊട്ടസ്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിയൽ ലൈഫ് സിനാരിയോസ് ഉണ്ട്. ഇപ്പോൾ വലിയ കമ്പനീസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ്. ഇപ്പോൾ ആമസോണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മളെ വീട്ടിലോട്ട് സാധനം എത്തുന്നുണ്ട് അല്ലേ, 1 day ഡെലിവറി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ എന്തായിക്കാരം ഈ പഹയന്മാർ കാട്ടുന്നത്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞ് അവർ എത്ര പെട്ടെന്ന് സാധനമൊക്കെ പാക്ക് ചെയ്ത് നമ്മളെ വീട്ടിലോട്ട് എത്തിച്ച് ഇത്രയും സിമ്പിളായിട്ടാണോ ഈ പരിപാടികൾ. അവരതിൻ്റെ ബാക്കിൽ കുറേ പരിപാടീസ് ചെയ്യുന്നുണ്ട്. പണ്ട് ആളുകൾ വെയർ ഹൗസിൽ ഇരുന്നിട്ട് ആളുകൾ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രൊഡക്റ്റിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ വെയർ ഹൗസിൽ ചെക്ക് ചെയ്തെടുക്കണം. ഇവരെന്ത് ചെയ്തു, അതിന് ഇവർക്ക് നല്ല സമയം നഷ്ടമായിരുന്നു. സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും സമയം നഷ്ടമായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു റോബോട്ടിക് സിസ്റ്റം എന്ത് ചെയ്തു അവരുടെ വെയർ ഹൗസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതോടുകൂടി ഏകദേശം അവർ 68 seconds ഒക്കെ എടുക്കുന്ന ഒരു സാധനം 10 സെക്കൻഡോടൊക്കെ ഒരു പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റി തുടങ്ങി. അതിനുശേഷം അവർ 1 day ഡെലിവറി അടക്കം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2-3 days ആയിരുന്നു മിനിമം ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്തു, 1 day ഡെലിവറി അടക്കം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഈ ഒരു സിസ്റ്റം വന്നുകൊണ്ടാണ് അവരുടെ ഏകദേശം ആ ഒരു വർഷം 40% എങ്ങാണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. മെയിൻ കാര്യം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ സ്റ്റെപ്പ് ചെയ്യണം, പിറ്റത്തെ സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷേ മനുഷ്യൻ്റെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 സ്റ്റെപ്പുള്ളൊരു പ്രോസസ്സിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ചിലപ്പോൾ 3ാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോവുക, 2ാമത്തെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ ഓട്ടോമേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് നമ്മൾ പറയുക ചെയ്യുക ഇങ്ങനെ ഒരു ഇങ്ങനെയാണ് നമ്മളെ സ്റ്റെപ്സ് എന്നുള്ളത്, അതിൽ മാത്രമേ പോകുള്ളൂ. ഭയങ്കര ആക്യുറസി ഉണ്ടാകുന്ന സംഭവം ശരിക്കും നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്ന സംഭവം. മെയിനായിട്ട് അവർ ഈ ഇത് ചെയ്യുന്ന ടീംസ് ഒക്കെ പറയുന്നൊരു കാര്യം ഹ്യൂമൻ എറേഴ്സ് കുറക്കാൻ പറ്റും. മനുഷ്യന്മാരാകുമ്പോൾ എറേഴ്സ് സംഭവിക്കാം, അപ്പോൾ അത് നമുക്ക് മാക്സിമം കുറക്കാം. അതായത് നമ്മുടെ ടൈം ലാഭിക്കാം. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിലൊരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് ഒരു സോഫ്റ്റ്വെയർ വെക്കുമ്പോൾ എന്താണ് ആ സൂപ്പർ മാർക്കറ്റിന് ഉപകാരം. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിച്ചു, കുറേ കൊട്ടയിലൊക്കെ സാധനം ഇട്ടിട്ട് അയാൾ ഒരു ബുക്കും പേപ്പറും ഇരുന്നിട്ട് എഴുതാണ്, ആലോചിച്ചിട്ട് എഴുതാണ്, എണ്ണ 40 രൂപ, പഞ്ചസാര ഇത്ര രൂപ, ചായപ്പൊടി ഇത്ര രൂപ, ഇങ്ങനെ എഴുതി ഉണ്ടാക്കുമ്പോൾ ബാക്കിൽ വേറെ ആൾക്കാർ ഇങ്ങനെ കൊട്ട പിടിച്ച് നിൽക്കണം. ഈ സംഭവം എന്ത് ചെയ്തു, ഒരു സോഫ്റ്റ്വെയർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇയാൾ ബ്രെയിനിൽ അപ്ഡേറ്റ് ആണ്. ഇയാൾക്ക് 2 ദിവസം തലവേദന പിടിച്ച് കടന്നു കഴിഞ്ഞാല് അയാൾക്ക് തലവേദന മാറൂല. കാരണം ഇവിടുന്ന് വിളിച്ചോണ്ടിരിക്കും, മറ്റേ പുതിയ വന്ന സാധനത്തിന്റെ പ്രൈസ് എന്താ, ഇതെന്താ ചോദിച്ചാൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഒരു കേസ് പറഞ്ഞല്ലോ, അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തോടുകൂടി അയാൾക്ക് ഭയങ്കര ടൈം ലാഭമായി. അയാൾ പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങി. ഈ ഒരു സോഫ്റ്റ്വെയർ വന്നതോടുകൂടി ടൈം ലാഭമായി, പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങി. അയാളുടെ എംപ്ലോയീസ് ഒക്കെ എന്തായി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നമൊക്കെ എംപ്ലോയീസിൽ. ഞാനിപ്പോൾ ഒന്നാമത് അവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ടായിരുന്നില്ല, കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. പുള്ളി എന്ത് ചെയ്തു, ഇവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കി. ഇപ്പോൾ 2025 ഉള്ള നമ്മളിപ്പോഴും ബിസിനസ് ഓട്ടോമേഷനിലേക്ക് മാറാൻ മടി കാണിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ എന്താണെന്ന് അറിയോ, 1913 ശരിക്ക് ഫോർഡാണ് ഫസ്റ്റ് ഓട്ടോമേഷൻ ചെയ്യുന്നത്. കാറിന്റെ അസംബ്ലിങ് ഒരു ബെൽറ്റിന്റെ മുകളിൽ കൂടെ വർഷത്തിൽ എത്രയായിട്ട് എടുക്കുന്ന സംഭവമായിരുന്നു. അതായത് കോസ്റ്റ് ആണ് അവർ കുറച്ചത്, കോസ്റ്റ് മെയിനായിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് ഒരു $800 വരുന്ന അപ്രോക്സിമേറ്റ്ലി $800 കോസ്റ്റ് ഒരു കാർ പ്രൊഡക്റ്റ് ചെയ്യാൻ കോസ്റ്റ് വന്നിരുന്നത് അവർക്ക് അത് 230 ആക്കിയിട്ട് കുറക്കാൻ പറ്റിയിട്ടുണ്ട്. ഓട്ടോമേഷന്റെ ഇതാണ്. അതായത് 1913 ഈ സംഭവം. അന്ന് അവരത് തീരുമാനമെടുത്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ 2025 എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇതിപ്പോൾ മാറാൻ ഇപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ വാട്സപ്പ് വഴി ഓർഡർ എടുക്കുന്ന അടക്കം ശരിക്കും ഓട്ടോമേഷനാണ്. പണ്ട് ഒന്നെങ്കിൽ ഇവിടെ വന്ന് പറയണം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയണം. ഇത് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ വേറെ പണിയിലായിരിക്കും, ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കോളണമെന്നുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, വാട്സപ്പ് വഴി അയച്ചെടുക്കും, പഞ്ചസാര 2 കിലോ കൊടുത്തയക്കണം. അപ്പോൾ എന്ത് ചെയ്യും, അതൊരു ഓട്ടോമേഷനാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ബിസിനസ്സിലോട്ട് വരുന്തോറും ഒരിക്കലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഇനി ഒരു ഓട്ടോമേഷൻ്റെ യുഗമാണ് വരുന്നത്. നമ്മളതിനനുസരിച്ച് ചേഞ്ച് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താവും, ഓഫ്കോഴ്സ് നമ്മളെന്താവും, ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. ഓട്ടോമേഷൻ പറയുമ്പോൾ നമുക്കിപ്പോൾ സംസാരിക്കാനുള്ളത് മെയിനായിട്ട് CRM, HRM, ഇൻവെന്ററി ഒക്കെ തന്നെയാണ്. അത് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് ഡാറ്റ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാധാരണക്കാരനൊരു ആൾ ചിന്തിക്കുക, ഉദാഹരണത്തിന് അയാളോട് പറയാണ് നിങ്ങൾക്ക് സിസ്റ്റം വെച്ചിട്ട് ബില്ലിങ് നടത്തിക്കൂടെ, എന്തിനാ സ്റ്റാഫിനെ വെക്കുന്നത് എന്ന് ചോദിക്കുക വിചാരിക്കുക. അപ്പോൾ അയാളോട് ചിന്തിക്കുന്നത് ഞാൻ സിസ്റ്റം വാങ്ങണം, സ്റ്റാഫിനും വെക്കണം, അതിൽ നല്ല എനിക്ക് സ്റ്റാഫിനെ വെച്ചിട്ട് കണക്ക് നോക്കി. പക്ഷെ അതിനെന്താ വിഷയം എന്നറിയോ, അങ്ങനത്തെ പരിപാടി മാത്രമല്ല ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇൻസൈറ്റ്, ഫോർകാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരും. ആ കാര്യങ്ങളൊക്കെ വരാൻ ഇവരുടെ ഡാറ്റ കംപ്ലീറ്റ് റെക്കോർഡിക്കലായിരിക്കണം.
അതേപോലെ എന്ത് ചെയ്യണം, അതൊരു എന്താ പറയുക അറേഞ്ച്ഡ് ആയിട്ട് അവർ ഏത് രൂപത്തിലാണോ അവർക്ക് ആ ഡാറ്റ വേണ്ടത് എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 2025 ഇരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഇന്നതാണെന്നുണ്ടെങ്കിൽ 2030 അതിൻ്റെ പ്രോഫിറ്റ് എത്ര ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ സിസ്റ്റത്തിന് കഴിയുള്ളൂ. അതൊരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിലും ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സാണത്. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇതിനെക്കുറിച്ച് ആലോചിക്കാനും സമയവും അവർക്ക് കിട്ടണില്ല തോന്നുന്നു. അതെ അതെ. അതായത് ഈ ബിസിനസ് ഓണേഴ്സേ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു സമയത്തിനേക്കാൾ കൂടുതൽ ഇവർക്ക് ഡാറ്റയിൽ ഭയങ്കര പേടിയാണ്. ഡാറ്റയുടെ പേര് അതിനൊന്നും ബോധമിടാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് ചെറിയ ബിസിനസ്സുകാരനെ നമ്മളിപ്പോൾ അടുത്ത് മറ്റേ ക്ലാസ്സിന് പങ്കെടുത്തപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിനെ പരിചയപ്പെട്ടു. പുള്ളി പറഞ്ഞാൽ പുള്ളിക്ക് നിന്ന് തിരികെ സമയം ഉണ്ടാകുന്നില്ല. അതായത് രാവിലെ അവിടെ പോകണം, 8 മണിയാകുമ്പോൾ പോകണം, രാത്രി 11 മണിക്ക് കണക്കൊക്കെ നോക്കിയിട്ടേ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളി ഇതിനെ കുറിച്ചിട്ട് എവിടുന്ന് കേട്ടപ്പോൾ പുള്ളി അങ്ങനെ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പുള്ളി പറയുന്ന സംഭവം കേട്ടില്ല. അതായത് പുള്ളിക്ക് അത്രയും ടൈം ലാഭമായി. എനിക്കിപ്പോൾ രാവിലെ 10 മണിക്ക് പോയാലും കുഴപ്പമില്ല, ഇനി 1 മണിക്കൂർ നിന്ന് തിരിച്ചു പോകുന്നതിനാലും പ്രശ്നമില്ല, എനിക്ക് വേറെ കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആലോചിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഇതൊന്ന് ഒഴിവാകുന്നുണ്ട്. പക്ഷെ ആള് പറഞ്ഞ വിഷയത്തില് ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് സ്വന്തം ബിസിനസ്സിന് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്തായാലും ഉണ്ടായിരിക്കണം എന്നാണ്. ഫോർ എക്സാമ്പിൾ ആളുകള് എപ്പോഴും ഈസിനെസ് ആണ് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളെന്താ ഒരു പാക്കറ്റ് പാല് ആണെങ്കിൽ പോലും അധികം ആളുകളും താഴെ തൊട്ടടുത്ത് കട ഉണ്ടല്ലോ എന്നിട്ട് അതല്ല ഫോക്കസ് ചെയ്യുന്നത്. മാക്സിമം ഓൺലൈൻ എന്താണോ കിട്ടുന്നത് അതാണ് നോക്കുന്നത്. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാക്കാൻ്റെ കേസാണ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റത്തെ കേസ് അയാൾ പറഞ്ഞത്. ഇൻസ്റ്റാ ഷോപ്പ് ഫ്രീ ആയിട്ട് അത്ര അവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത ഷോപ്പിൽ. അപ്പോൾ ഇവർ ഇൻസ്റ്റാ ഷോപ്പ് എന്തിന് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ കൂടുതൽ ഓർഡർ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ് പറയുന്നത്. ഓൺലൈൻ ഓർഡർ കിട്ടുന്നുണ്ട്, പക്ഷേ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വരെ കയ്യിൽ നിലവിലില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് ഓൾറെഡി എടുത്ത്. അപ്പോൾ സംഭവിച്ചെന്താ, ഇവരുടെ ഒരുപാട് ഡാറ്റ ഓരെടുത്തു ഇത്ര. എന്നിട്ട് നമ്മളുടെ ഇപ്പോൾ കസ്റ്റമർ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ കസ്റ്റമറെ ഇൻസ്റ്റാ ഷോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാക്ക് ചെയ്തിട്ട് അവർക്ക് ഓഫറും പേഴ്സണലൈസ്ഡ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവരെ കടയിൽ നിന്ന് 10 രൂപക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി വിചാരിക്കുക, ആ ബിസ്ക്കറ്റ് തന്നെ 8 രൂപക്ക് കിട്ടുമെന്ന് ഉള്ളൊരു പ്രൊമോഷനാണ് ഇവർ കൊടുക്കുക. അങ്ങനെ സംഭവം. അതുപോലെ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് ഇയാൾക്ക് സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പുതിയ അവരുടെ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഓൺലൈനിന് വേണ്ടിയിട്ട്. പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരു ഡീറ്റെയിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ സെയിൽസ് ഏരിയ കൂടും, നമുക്ക് എപ്പോഴും ഒരു കസ്റ്റമേഴ്സിന്റെ റേഞ്ച് എപ്പോഴും ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞ പോലെ ജനറേഷൻ മാറുന്തോറും എന്താണ് കടയിൽ പോയി മേടിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ സെഞ്ചി പിടിച്ച് പോയി മേടിച്ചിരുന്നു. കുറച്ചുകൂടെ ജനറേഷൻ മാറിയപ്പോൾ ഫോൺ വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലിരുന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴാണ് സാധനം വന്നു എന്നുള്ളത് നമ്മളെ വീട്ടുകാർ അറിയില്ല. നമ്മളെ മുകളിൽ ഇരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടാവും, സാധനം വീടിൻ്റെ മുമ്പത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ബിസിനസ്സിനകത്ത് വന്ന ഓരോരുത്തരെ കൊണ്ടുവന്ന് മാറ്റി ഡ്രോണ വരുന്നത്. അങ്ങനത്തെ ചേഞ്ചസ് വന്ന് തുടങ്ങുന്നുണ്ട് നമ്മളെ ചുറ്റും. പക്ഷെ നമ്മളെ നാട്ടുകാരൊക്കെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ശരിക്കും ഒരു പരാജയമാണ്. അവരതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള സമയം കണ്ടെത്തിയതൊക്കെ അവരുടെ ബിസിനസ്സിൽ ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോഫ്റ്റ്വെയർസ് കൊണ്ടുവരണം, ഓട്ടോമേഷൻ ചെയ്യേണ്ട പല പരിപാടീസും അവരെന്ത് ചെയ്യണം. എങ്ങനെയാണോ ബിസിനസ്സിനെ സിമ്പിളാക്കാൻ പറ്റുന്നത്, അതിനിപ്പോൾ എംപ്ലോയീസും വാശി പിടിച്ചു തന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. അവരെ അപ്സ്കിൽ ചെയ്യാന്നുള്ളതാണ്. ആ പേടിയാണ് മാറ്റിയെടുക്കണം. അതായത് നമ്മൾ ഒരിക്കലും ഇതല്ല, അതിന് എംപ്ലോയീസിന് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അവരോട് കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഇത് കൊണ്ടുവന്നതിന് കമ്പനിക്ക് എന്ത് ലാഭം ഉണ്ട് എന്നുള്ളതൊക്കെ എംപ്ലോയീസിന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അതൊക്കെ അങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ റെസിസ്റ്റൻസ് ഒക്കെ കുറയും. അതെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരാളെ ജോലി റീപ്ലേസ്മെന്റ് ചെയ്യുന്നത് ശരിക്ക് ഇത് മെഷീനറിയിലൊക്കെ വരുന്ന ഓട്ടോമേഷൻ ചിലപ്പോൾ ചെയ്യും. പക്ഷെ നമ്മൾ അത്ര അതിനല്ല പറയുന്നത്. ഈ പറയുന്ന HR സിസ്റ്റങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇൻവെന്ററി സിസ്റ്റങ്ങളാണെങ്കിലും ഓട്ടോമാറ്റിക് ചെയ്യുന്നതിനോട് ഉദ്ദേശിക്കുന്നത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കുന്നില്ല. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ തന്നെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറിയ കടട്ടെടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പുള്ളിയുടെ സാധനം നമ്മൾ വീട്ടിലെത്തട്ടല്ലേ. നമുക്കിപ്പോൾ ഒരു കടലമുട്ടായി തിന്നാന്ന് തോന്നുമ്പോൾ വീട്ടിൽ നിന്ന് കടലമുട്ടായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കടലമുട്ടായി വീണ്ടും മരത്തെത്തുന്ന രീതിയിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യട്ടെ. ടെക്നോളജി എല്ലാവരും അവരുടെ ഇതിലോട്ട് കൊണ്ടുവരട്ടെ. ഫൈനലായിട്ട് പറയാനുള്ളത്, ലോകത്ത് ടെക്നോളജി അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആളുകൾ, അതായത് ഉപഭോക്താക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ എവിടെ നിന്നാണോ പെട്ടെന്ന് കിട്ടുന്നതിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മളുടെ ബിസിനസ്സും കാര്യങ്ങളും ഓട്ടോമേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേ, ഇതൊന്നും ചെയ്യാത്ത സൊല്യൂഷൻ നിലവിലുണ്ടെന്നുള്ളതോട് നമുക്ക് പറഞ്ഞു കൊടുത്താലോ. ഇപ്പൊ ഒരു റെസ്റ്റോറന്റിന്റെ കേസാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോസുകൾ കൊണ്ടുവരാം, കിച്ചണിനകത്ത് സ്ക്രീൻ കൊടുക്കാം. സിസ്റ്റം മെക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ KFC കണ്ടിട്ടുണ്ട്. നമ്മൾ കിയോസ്ക് പുറത്ത് വെച്ചിട്ട് നമുക്ക് തന്നെ സെൽഫായിട്ട് പോയിട്ട് എടുക്കാം. കാരണം അവർക്കൊക്കെ വലിയ ക്യൂ വരുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. അവര് ആ ഒരു കിയോസ്ക് പറഞ്ഞ സംഭവം കൊണ്ടുവന്നതോടുകൂടി 30% അവരുടെ ക്യൂടെ ഇത് കുറച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലുള്ള സിസ്റ്റംസ് കൊണ്ടുവരാം.
പോസുകളാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. നമ്മൾ കിച്ചണിലോട്ട് വിളിച്ചിട്ട് 4 ചായ പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള കിച്ചണിലെ ആൾ ഇതിങ്ങനെ ആലോചിച്ച് വെച്ച് പുള്ളി ഇങ്ങനെ ഉണ്ടാക്കുക. അതിന് പകരം അവിടെ സ്ക്രീന് കൊണ്ടുവരാം. പുള്ളി ഇങ്ങനെ തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ശരിക്കും സ്ക്രീനിൽ നോക്കി പൊറോട്ട നാരണം വേണം, ഉണ്ടാക്കി കൊടുക്കും, ചായ കാണാം. ചായ യൂസ് ചെയ്യുന്ന ടീംസ് ഉണ്ട്, പക്ഷെ ഒരുപാട് പേരേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഓട്ടോമേറ്റ് ചെയ്തിട്ട് എല്ലാവരും ആ ഒരു ഫെയർ മാറ്റിയിട്ട് ഇറങ്ങട്ടെ. കാരണം ഇറങ്ങാണ്ട് ഒരു രക്ഷയില്ല. കാരണം ഓട്ടോമേഷൻ എന്ന് പറയുന്ന സംഭവം എന്തായാലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം കാലം അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പീപ്പിൾസ് ആണെങ്കിലും പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ യുഗം മാത്രം കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനൊക്കെയാണ് വരുന്നത്. ആ സമയത്ത് നമ്മുടെ ബിസിനസ്സും അതിനനുസരിച്ചിട്ട് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ സോഫ്റ്റ്വെയർസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു കോസ്റ്റിൻ്റെ പ്രശ്നമല്ല. അവരുടെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിയും ഗ്രോത്തും കൂട്ടും, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഇപ്പോൾ CRMകൾ കൊണ്ടുവരുന്നത്, ഒരു HR സിസ്റ്റം ഒരു കമ്പനിയിൽ കൊണ്ടുവരുന്നത്, ഒരു അറ്റൻഡൻസ് ട്രാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നത് ആ കമ്പനിക്ക് അറിയാൻ പറ്റും, ആ സ്റ്റാഫിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ലോജിസ്റ്റിക്കിനകത്ത് GPS കൊണ്ടുവരുന്നതൊക്കെ ഇതിന് റിലേറ്റ് ചെയ്തുള്ളതാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അതിന് നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കഴിയുന്നതോറും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർക്ക് നമ്മളെ വേണ്ടേയില്ല. എന്തായാലും മാറാനുള്ള ഒരു ഇത് എല്ലാവരും എടുത്തു തുടങ്ങട്ടെ.